Hi children, welcome back to my channel KLS Star Maths Class. In നമ്മുടെ trigonometry functionsലെ exercise 3.3 14th question ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ, sin 2x plus 2 sin 4x plus sin 6x is equal to 4 cos square x sin 4x. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് LHS ആണ്, ഇവിടെ എന്താണ് ഇപ്പുറത്ത് RHS ആണ്. സോ ഇത് രണ്ടും ഈക്വൽ ആണ് നമ്മളോട് പ്രൂവ് ചെയ്യാനാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ കണ്ട ആരും പേടിക്കണ്ട, വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, വളരെ എളുപ്പത്തിൽ തന്നെ ഇത് പറഞ്ഞു തരാം. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കിക്കേ, നമ്മൾ ഈ ക്വസ്റ്റ്യനിലോട്ട് ഒന്ന് നോക്കിയാൽ sin 2x plus 2 sin 4x plus sin 6x എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അതിൽ നോക്കിയാൽ ഇവിടെ sin 2x ഇവിടെ sin 6x ആണ്. സോ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ രണ്ടിനെയും കൂടെ അടുത്തേക്ക് എടുത്ത് എഴുതാം അല്ലേ. നോക്കിയേ, sin 2x പ്ലസ് sin 6x ഇതിൻ്റെ ബ്രാക്കറ്റിൽ ഇട്ടോളുക. ഓക്കെ ആണല്ലോ. പ്ലസ് ബാക്കി വന്ന ആളെ ഒറ്റയ്ക്ക് വന്നല്ലേ, അതിനെ ഇവിടെ എഴുതുക 2 sin 4x എന്ന് എഴുതുക. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. ഏത് ഇക്വേഷനാണ് പഠിച്ചത് നോക്കിയേ, sin x പ്ലസ് അല്ലേ, എന്താണ് sin y എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാൾ മുന്നേ നിങ്ങളൊന്നും ഓർത്ത് വെക്കേണ്ടത് വെച്ചാൽ, രണ്ട് സൈനുകൾ കണ്ടോ പ്ലസ് ഇട്ടാണ് വന്നിരിക്കുന്നത്. രണ്ട് സൈൻ പ്ലസ് ഇട്ട് വരുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കൊള്ളുക എന്തായിരിക്കാം അതിൻ്റെ ആൻസർ എന്ന്. രണ്ട് സൈനാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് നമ്മളുടെ മൈൻഡിലൊന്ന് ഓർമ്മ വരിക, ഇവിടെ ചെറുതായിട്ട് ഇവിടെ എഴുതി തരാം. അതായത് രണ്ട് അല്ലേ, ഇപ്പോൾ സൈൻ പ്ലസ് സൈനാണ്. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചോളുക, 2SC എന്നൊന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, 2SC അതായത് 2 sin cos, രണ്ട് സൈനുകളെ ആഡ് ചെയ്യാൻ വന്നിട്ടുള്ളത് 2 sin cos. ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. നിങ്ങൾ മറ്റേ എന്താണ് ക്വാഡ്രൻ്റ് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ SS പിന്നെ SC അങ്ങനെയല്ലേ വരിക. അപ്പോൾ അതും ഒക്കെ ഒന്ന് ഓർത്തോളുക. അപ്പോൾ പക്ഷേ ഇത് വെറുതെ 2SC എന്ന് മാത്രമല്ല കേട്ടോ, S പ്ലസ് എസ് എന്ന് പറഞ്ഞത്. ഇൻ ബിറ്റ്വീൻ എന്തുണ്ട്, x പ്ലസ് y/2 ഉണ്ട്, കോസിൽ ആരുണ്ട്, x മൈനസ് 5/2 ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഈക്വേഷൻ ഫസ്റ്റ് നിങ്ങൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക. അപ്പോൾ ഇത് പിന്നെ ഒരു കാര്യമുള്ള വലുത് ആദ്യം എഴുതാം കേട്ടോ. ഇവിടെ വലുത് ആദ്യം, ചെറുത് പിന്നെ എഴുതി. ഇവിടെ 6x എഴുതി, ഇവിടെ 6x ആദ്യം എഴുതി, ഇവിടെ 2x എഴുതി. നമുക്ക് ചെയ്യാൻ കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് നോക്കിയാൽ, നമുക്ക് ഇക്വേഷനാണ് ഞാനിവിടെ എഴുതാൻ പോകുന്നത്. sin x പ്ലസ് sin y ഈക്വൽ ടു, നമ്മുടെ ഇക്വേഷൻ നമ്മൾ എഴുതാണ് 2 sin x പ്ലസ് y/2. പിന്നെന്താ, ഇത് ബ്രാക്കറ്റിൽ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതേ കണ്ടോ ഇങ്ങനെ എഴുതിയില്ലേ. അപ്പോൾ 2 sin x പ്ലസ് y/2 കോസിൽ ആരാ വേണ്ടേ, x മൈനസ് y/2. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമുല. ഈ ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും നല്ലപോലെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സമ്മുകൾ മൊത്തം, ഈ ട്രിഗ്നോമെട്രി ഫങ്ഷൻസിലുള്ള എല്ലാ സമ്മുകളും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ sin x കണ്ടോ, sin x ഇതാണ് x, ഇതാണ് y. ഓക്കെ, ഇതാണ് നമ്മുടെ x, ഇതാണ് നമ്മുടെ y. ഓക്കെ, ഈക്വൽ ടു അതിൻ്റെ ഫോർമുല, അതിൻ്റെ എക്സ്പാൻഷൻ എങ്ങനെയാണ്, 2 sin x പ്ലസ് y/2 കോസ് x മൈനസ് y/2. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താ ഓർത്തിരിക്കേണ്ടത്, രണ്ട് സൈനുകൾ വന്നാൽ ഒന്ന് ഓർത്തോളുക, S പ്ലസ് S ഇസ് ഈക്വൽ ടു 2SC ആണെന്ന് ഓർക്കുക. 2SC. പക്ഷേ 2SC എന്ന് പറഞ്ഞാൽ ആദ്യം സൈൻ വന്നു, ആദ്യം കോസ് വന്നു. സൈൻ കഴിഞ്ഞിട്ട് ആരുണ്ട്, x പ്ലസ് y/2 ഉണ്ട്. കോസ് കഴിഞ്ഞാൽ ആരാ ഉള്ളത്, x മൈനസ് y/2 ഉണ്ട്. സോ ഇത് ഓർത്ത് വയ്ക്കാം. ഇത് ഓർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എളുപ്പത്തിൽ, വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആരും വിടരുത്. ഈ ഫോർമുല വെച്ചുകൊണ്ട് നല്ലപോലെ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് ചെയ്തോളുക. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെയ്യാലോ. ഇതുപോലെ നമുക്ക് എഴുതണം അല്ലേ, ഈ പാർട്ടിക്കുലർ പാർട്ടായിട്ട് നമ്മളിതിന്, ഇത് എക്സും വൈയും ആണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് ഈ പാർട്ടിക്കുലർ പോർഷനിലാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് എഴുതാം, 2 sin x പ്ലസ് y, x പ്ലസ് y എന്ന് പറഞ്ഞാൽ 6 പ്ലസ് 6x പ്ലസ് 2x. ഓക്കെ, സോ 6x പ്ലസ് 2x എന്ന് എഴുതുക ബൈ 2. ഇനി എന്താ ഉള്ളത്, കോസ്. സോ കോസിന് എഴുതുക, കോസ് x മൈനസ് y ആണ്. സോ സെയിം തന്നെയാണ് അല്ലേ, 6x മൈനസ് 2x ഡിവൈഡഡ് ബൈ 2. അത് ഇനി ആരാ, അത് ഇവിടെ ഒരാളും കൂടി ഇവിടെ ഇരിപ്പുണ്ട്. സോ അങ്ങനെയും കൂടി പിടിച്ചുപിടി ഇടുക. ഓക്കെ, 2 sin 4x മനസ്സിലായല്ലോ.
അപ്പോൾ ഇങ്ങനെ എഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇതിനൊന്ന് ആഡ് ചെയ്ത് അല്ലേ, ഇതിനെ രണ്ട് ഇവിടെ മൈനസ് ചെയ്യണം, ഇവിടെ ആഡ് ചെയ്യണം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്തായിരിക്കും വരിക എന്ന് നോക്കിയാൽ 2 sin, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്താ 8x/2. ഇവിടെ നോക്കിയാൽ ഇത് പോകൂലേ, 2 ഇതിൽ എത്ര ടൈംസ് പോകും, 4 പോകും. ഇനി നോക്ക് കോസ്, ഇതിൽ നിന്ന് മൈനസ് ചെയ്ത് എത്രയായിരിക്കും നമുക്ക് കിട്ടുക, 4x/2 കിട്ടും അല്ലേ. ഇതും കട്ടായി പോകൂലേ 2 ടൈംസ്. പ്ലസ് ഇത് എഴുതുക 2 sin 4x എന്ന് എഴുതി, റൈറ്റ്. ഇനി നമുക്ക് 2 sin, ഇവിടെ എന്താ കട്ടായി പോയപ്പോൾ നമുക്ക് ബാക്കി എന്താ ഉള്ളത്, 4x ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. അത് കഴിഞ്ഞിട്ടോ ഇവിടെ എന്താ ഉള്ളത്, ഇത് കട്ടായി പോയി 2 ടൈംസ്. സോ നമുക്ക് എന്താണ് cos 2x പ്ലസ് 2 sin 4x. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്താ കിട്ടിയെന്ന് നോക്കിയാൽ 2 sin 4x ഇൻറ്റു cos 2x പ്ലസ് 2 sin 4x. ഇവിടെ ഒന്നുമില്ലെങ്കിൽ നമ്മൾ എങ്ങനെ വായിക്കുക, ഇൻറ്റു എന്നല്ലേ വായിക്കുക. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇത് കോമൺ ആണ്, ഇതും കോമൺ ആണ്, കണ്ടോ 2 sin 4x 2 sin 4x. സോ ആ കോമൺ ആയിട്ട് വന്നതിനെ നമ്മൾ കുഞ്ഞി ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, കോമൺ ആയിട്ട് വന്നതിനെ പുറത്തെടുക്കുക. സോ അതുപോലെ തന്നെ 2 sin 4xനെ നമുക്ക് പുറത്തെടുത്തിട്ട് ഇതിനെ ഉള്ളിലിടാം. cos 2xും ഇവിടെ പിന്നെ എന്തോ ഉണ്ടാവും, ഒന്നല്ലേ വരുള്ളൂ അല്ലേ. അതിപ്പോൾ ഇതൊന്ന് നോക്കിക്കേ, അതല്ലേ വരുള്ളൂ. അതായത് ഇതേ നോക്കിയേ 2 sin 4x ഇൻറ്റു cos 2x, 2 sin 4x cos 2x എന്ന് കിട്ടും. 1 ഇൻറ്റു 2 sin 4x എന്ന് പറഞ്ഞാൽ 2 sin 4x. ഇപ്പോൾ മനസ്സിലായാലും എന്തുകൊണ്ടാണ് ഇവിടെ 1 ഇട്ടേന്ന്. ഇനി ഇവിടെ വരുമ്പോൾ ഇതാണ് ഇവിടെ നിൽക്കുന്ന ഒരാൾ. സോ അതിനെ ഒന്ന് ചേഞ്ച് ചെയ്തൊന്ന് എഴുതാനായിട്ടൊന്ന് ശ്രമിക്കുക. അതിനെ ചേഞ്ച് ചെയ്ത് എഴുതുന്ന വെച്ചാൽ എന്താ വെച്ചാൽ നോക്കിയേ, cos 2x എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 cos square x minus 1 എന്നാണ് ഇതിൻ്റെ മീനിങ്. എന്താണ് cos 2xനെ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും, 2 cos square x minus 1. അപ്പോൾ നമ്മൾക്ക് ഇനി ഇതിന് പകരം ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ +1 നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ, 2 cos 2xനെ മാത്രമാണ് നമ്മളിങ്ങനെ ചേഞ്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കിനി എഴുതാം 2 sin 4x. ഇവിടെ നമുക്ക് എങ്ങനെയാണ് എഴുതേണ്ടത്, ബ്രാക്കറ്റിൽ 2 cos square x minus 1 ഇവിടെ ഉണ്ട് കേട്ടോ, +1നെ ഇവിടെ ഉണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇവിടെ നോക്കിയാൽ ഈ -1ഉം ഈ +1ഉം നമുക്ക് കട്ട് ചെയ്തൂടെ, മൈനസും പോസിറ്റീവും കൂടി വന്നാൽ. അപ്പം ബാക്കി നമുക്ക് എന്താണ് ഉള്ളതെന്ന് നോക്കിയേ, 2 sin 4x ഇൻറ്റു 2 cos square x. ഇതാണ് നമുക്കുള്ളത് അല്ലേ. അതിൽ നമുക്കിതിനെ ഇൻറ്റു ചെയ്തെടുക്കാം. sin 4xനെ അവിടെ തന്നെ വെച്ചിട്ട് ബാക്കി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് 2 2s എത്രയാണ് 4. സോ 4 cos square x, പിന്നെ എന്താ നമുക്ക് കിട്ടുക, ബാക്കിയുള്ളത് sin 4x. സോ sin 4x. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്നത് ഇതാണ്, 4 cos square xും sin 4xും ആണ്. കണ്ടോ, എന്താ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞതല്ലേ, 2 cos square x sin 4x. അത് തന്നെയല്ലേ നമുക്കിവിടെ കിട്ടിയത്, 4 cos square xും sin 4xും. സോ ഇത് നല്ലപോലെ മനസ്സിലായല്ലോ അല്ലേ എല്ലാ കുട്ടികൾക്കും. അപ്പോൾ ഇത് നല്ലപോലെ പഠിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ തിങ്ക് ചെയ്യേണ്ട ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇതിനെ കൺസിഡർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഓർക്കുക S+S ആണ് ഇവിടെ വരേണ്ടതെന്നുള്ളത് ഓർത്തോളുക. ഓക്കെ ആണല്ലോ. പിന്നെ പ്ലസ് ആയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എളുപ്പത്തിൽ സോൾവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ.